എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളുടെ പഠനം അനിശ്ചിതാവസ്ഥയിൽ. കാസർഗോഡ് പെരിയയിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിനെ മോഡേൺ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററാക്കി മാറ്റിയതോടെയാണ് ശാരീരിക വൈകല്യമുള്ള നിരവധി കുട്ടികളുടെ പഠനം മുടങ്ങുന്നത്. സ്കൂൾ പ്രവർത്തനം നിർത്തിയതോടെ നാട്ടുകാരും ഇരകളും പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ വർഷം നവംബർ 4-നാണ് പെരിയ മഹാത്മാ ബഡ്സ് സ്കൂളിന് സമീപം പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നുകൊടുത്തത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടത്തിൽ നിലവിൽ 100-ൽ പരം കുട്ടികളാണ് പഠനം നടത്തുന്നത്. ബഡ്സ് സ്കൂളിനെ റീഹാബിലിറ്റേഷൻ സെന്ററാക്കി ഉയർത്തിയതോടെ 17 വയസ്സിന് മുകളിൽ പ്രായമുള്ള ദുരിതബാധിതർക്ക് പഠനം നിഷേധിക്കപ്പെടും. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബഡ്സ് സ്കൂളാണ് ഞങ്ങൾക്ക് ആവശ്യം. പ്രായപരിധി നോക്കാതെ എല്ലാ കുട്ടികൾക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ബഡ്സ് സ്കൂളായി തന്നെ എയ്ഡഡ് പദവി കിട്ടാൻ പോകുന്ന സ്കൂളായി എയ്ഡഡ് പദവി കിട്ടിക്കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രിൻസിപ്പാളും എല്ലാമായി ഒരു വിദ്യാലയം ആയി തന്നെ ഇത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് പറയാനുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ വിദ്യാലയം. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠനം നിഷേധിക്കുന്ന നടപടിക്കെതിരെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ നാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെയും ഉൾപ്പെടുത്തി എന്ത് വില കൊടുത്തും ഇത് ഞങ്ങൾ ബഡ്സ് സ്കൂളായി തന്നെ നിലനിർത്താനുള്ള പോരാട്ടം നടത്തും. സ്കൂളില്ലാതാക്കാനുള്ള നടപടി എംപിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളോ അറിയാതെ ഏതാനും ഉദ്യോഗസ്ഥ തലത്തിലുള്ള നീക്കമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. റിപ്പോർട്ടർ, കാസർഗോഡ്.